പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ വെള്ളിയാഴ്ച രാവ്, നാളെ വെള്ളിയാഴ്ച പകൽ, ഈ സുന്ദരമായ നിമിഷത്തിൽ ഒരു സ്വലാത്ത് എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും പരിചയപ്പെടുത്തി തരാം. നമ്മളൊക്കെ ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരാണ്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടം 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. മഹാനായ ഇമാം ഖസാലി തങ്ങൾ പറയുന്നു, 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന ഏതാനും ചില വരികൾ മാത്രമുള്ള ചെറിയ അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത്. ഈ സ്വലാത്ത് ചൊല്ലിയാൽ 80 വർഷത്തെ പാപം പൊറുക്കും, പ്ലസ് 6 വമ്പൻ പ്രതിഫലങ്ങൾ വേറെയുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉൾപ്പെടെ വിശാലമായ ഈ വീഡിയോ നിങ്ങൾ കാണുകയും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, അതുപോലെ തന്നെ നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മെ ഇഷ്ടപ്പെടുന്നവർ, നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹ്റിനെ തൊട്ടുള്ള വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിപാവനമായ ഈ റബീഉൽ അവ്വൽ മാസം, ഇതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല കർമ്മങ്ങളും അള്ളാഹു പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, മൗലിദുകൾ ചൊല്ലി മുത്തുനബിയെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് ദിനങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. നമ്മൾ മൗലിദിൻ്റെ സദസ്സുകൾ പങ്കെടുത്തവരാണ്, സ്വലാത്തുകൾ ഒരുപാട് ഓതിയവരാണ്. പ്രത്യേകിച്ച് നമ്മുടെ ചാനലിൽ തന്നെ അൽഹംദുലില്ലാ മൗലിദിൻ്റെ സദസ്സിൽ നമ്മളൊക്കെ പങ്കെടുക്കുന്നുണ്ട്. വലിയ സന്തോഷമുണ്ട് ആ സദസ്സ് കാണുമ്പോൾ. നിങ്ങളെല്ലാവരും മറ്റുള്ളവർക്ക് കൂടി ആ വീഡിയോകളുടെ ലിങ്കുകൾ അയച്ചു കൊടുത്ത് നമ്മുടെ ഈ സദസ്സിലേക്ക് അവരെ കൂടി ഭാഗവാക്കാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്, നമ്മളെല്ലാവരും ഇപ്പോൾ ഉള്ള പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവിലാണ്, നാളെ വെള്ളിയാഴ്ച പകലാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഉണർത്തുകയാണ്. കൂടാതെ ഇന്ന് തൊട്ട് നമ്മൾ സ്വലാത്തുകൾ ഒരുപാട് ചൊല്ലാറുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്, നാളെ പകലാണ്. ഈ ഒരു സമയത്ത് നമ്മൾ ഒരു സ്വലാത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഒരു സ്വലാത്ത്, ഇനി പറയാൻ പോകുന്ന ഒരു സ്വലാത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ്. 80 വർഷത്തെ പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ 80 വർഷം ജീവിക്കോ ഇല്ലയോ അല്ലാഹു ആലം. ഇനി 80 വർഷം ജീവിച്ചാൽ തന്നെ അത്രമാത്രം കുന്നുകൂടിയ പാപങ്ങൾ ഉണ്ടാകുമോ, അതും അല്ലാഹു ആലം. എന്ത് തന്നെയാണെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. മാത്രമല്ല, ഈ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 6 വമ്പൻ പ്രതിഫലങ്ങളാണ്. അതോടൊപ്പം തന്നെ 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന 6 വമ്പൻ അതല്ലാത്ത പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് ഇന്നത്തെ ഈ ദിവസം നമുക്ക് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സ്വലാത്ത് മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കുക. പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 വരാനിരിക്കുകയാണ്. അപ്പോൾ കൂടുതലായി സ്വലാത്ത് ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്താണ് ഇന്ന് പറയാൻ പോകുന്നത്. ആദ്യമായി പറയട്ടെ, നമ്മളെല്ലാവരും ഉള്ളത് പരിശുദ്ധമായ വ്യാഴാഴ്ച ദിവസത്തിലാണ്. യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച ദിവസം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ്. എൻ്റെ സമൂഹത്തിൻ്റെ, എൻ്റെ ഉമ്മത്തിൻ്റെ അവർ ചെയ്യുന്ന നല്ല സൽക്കർമ്മങ്ങൾ, അതുപോലെ മോശപ്പെട്ട കാര്യങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത് അത് തിങ്കളാഴ്ച ദിവസമാണ്, അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസവുമാണ്. അമലുകൾ ഉയർത്തപ്പെടുന്ന ഇന്നത്തെ ഈ ദിവസത്തിൽ എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ഒരു സ്വലാത്ത് ഇന്നത്തെ ഈ ദിവസം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ റബ്ബിൻ്റെ അടുക്കൽ ആ അമലുകൾ ചെല്ലുന്ന സമയത്ത് അള്ളാഹുവിന് സന്തോഷമുണ്ടാകും, മുത്ത് റസൂലിന് സന്തോഷമുണ്ടാകും, മലക്കുകൾക്ക് സന്തോഷമുണ്ടാകും. കാരണം എന്താണ്? ഇന്നത്തെ ഈ അമലിൽ നമ്മൾ കൂട്ടിച്ചേർക്കാൻ പോകുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ്. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്ന സ്വലാത്താണ്. 6 വമ്പൻ പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു സ്വലാത്താണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. പിന്നെ വ്യാഴാഴ്ച ദിവസത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണല്ലോ സുന്നത്ത് നോമ്പുണ്ട്, അല്ലേ? സുന്നത്ത് നോമ്പ്. ഇന്നത്തെ വ്യാഴാഴ്ച ദിവസം ഒരു മനുഷ്യൻ സുന്നത്തായി നോമ്പ് പിടിച്ചാൽ നരകമോചനം അവനിക്ക് ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. മാത്രമല്ല, വെള്ളിയാഴ്ച ദിനം, അതായത് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷം നാളെ വെള്ളിയാഴ്ച പകൽ,
ഈ ഒരു സമയത്ത് ഒരു മുഅ്മിനായ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവൻ്റെ ഖബറിൻ്റെ ചോദ്യങ്ങൾ അല്ലാഹു തആല മാറ്റിവെക്കും, അത് ഇല്ലാതാക്കുമെന്നും മാറ്റിവെക്കുമെന്നും നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ്. മരിച്ചു കഴിഞ്ഞാൽ മുഅ്മിനീങ്ങൾ വ്യാഴാഴ്ച, അതായത് വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ട് ഖബറിലേക്ക് പോയാൽ അവർക്ക് അല്ലാഹു തആല എന്ത് കൊടുക്കില്ല, ഖബറിൽ ശിക്ഷ കൊടുക്കില്ല എന്നും മഹത്തുക്കൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നത്തെ ഈ ദിവസം, വ്യാഴാഴ്ച ദിവസം, നമ്മൾ അസർ നമസ്കാരത്തിന് ശേഷം, അസറിന് ശേഷം നഖം മുറിക്കുകയാണെങ്കിൽ വെള്ളപ്പാണ്ട് രോഗത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ വലിയ കാവലുണ്ടാകുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ്. മഹാനായ ഇമാം ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉദ്ദേശ സഫലീകരണത്തിന് പറ്റിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുകൊണ്ട് ഇന്നത്തെ ദിവസം പറ്റുന്നവർ നോമ്പ് പിടിക്കുകയും, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുന്നത് ചിലപ്പോൾ 10 മണിക്കായിരിക്കും, 11 മണിക്കായിരിക്കും, നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് നോമ്പ് നിയത്ത് വെച്ചാൽ നോമ്പ് പിടിക്കാവുന്നതാണ്. സുന്നത്ത് നോമ്പ് ഉച്ചക്ക് മുമ്പ് നിയത്ത് വെച്ചാലും പിടിക്കാം. അതിൻ്റെ ഇടയിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. അപ്പോൾ ആവശ്യ പൂർത്തീകരണം വേഗത്തിൽ നടക്കാൻ അല്ലാഹു തആലയോട് ദുആ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. ഭരണാധികാരികളെ കണ്ട് ആവശ്യം നേടാൻ പറ്റിയ ഒരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തുള്ള രാത്രികളിൽ പ്രധാനപ്പെട്ടതാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത്. റഹ്മത്തിന്റെ മലക്കുകൾ വീടുകളിലേക്ക്, വിശ്വാസികളുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസവും കൂടിയാണ് ഈ വ്യാഴാഴ്ച ദിവസം. പ്രത്യേകിച്ച് ഇത് റബീഉൽ അവ്വൽ മാസത്തിന്റെ വെള്ളിയാഴ്ച രാവായതുകൊണ്ട് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആ സ്വലാത്താണ്, അല്ലെ? ആ സ്വലാത്താണ്. അതിനു മുമ്പ് ആ സ്വലാത്തിന്റെ പ്രതിഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി നമ്മൾ ഇനി പറയാൻ പോകുന്ന ഈ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്നത് 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കുന്നതാണ്. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കും. തീർന്നില്ല. കിട്ടുന്ന മറ്റൊരു പ്രതിഫലം എന്തെന്നറിയോ? അവന്റെ ദുആക്ക് അല്ലാഹു ഇജാബത്ത് കൊടുക്കുന്നതാണ്. അവൻ ഈ സ്വലാത്ത് പറഞ്ഞിട്ട് ദുആ എന്നാൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും. ആ ദുആ അല്ലാഹു സ്വീകരിക്കും. അതുപോലെ തന്നെ അല്ലാഹു തആല ഒരുപാട് നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ കൊടുക്കുമെന്നും നമുക്ക് ഈ ഹദീസിന്റെ ശ്രേഷ്ഠതകൾ പറയുന്ന സ്ഥലത്ത് കാണാം. അതുപോലെ മലക്കുകളുടെ ദുആ ഈ മനുഷ്യനുണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ജീവിത വിഭവങ്ങളിൽ അല്ലാഹു തആല വിശാലത നൽകുന്നതാണ്. ജീവിത വിഭവത്തിൽ അല്ലാഹു തആല വിശാലത നൽകുമെന്നാണ്. അതുപോലെ തന്നെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ഇങ്ങനെ 6 വമ്പൻ പ്രതിഫലങ്ങളാണ് ഒരു മനുഷ്യന് ഈ സ്വലാത്ത് പറഞ്ഞാൽ കിട്ടുന്നതെന്ന് മഹാനായ ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്. ഗസാലി തങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന ഈ അത്ഭുതപ്പെടുത്തുന്ന സ്വലാത്ത് നമുക്ക് ഏതാണെന്ന് പരിശോധിച്ചാലോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മരണം വരെ ഈ സ്വലാത്ത് മുറുകെ പിടിച്ചിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, ഈ സ്വലാത്ത് പറഞ്ഞിട്ട് പ്രതിഫലങ്ങൾ വാരിക്കോരി നേടാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് പറയാൻ പോവുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. നമുക്കറിയാം അതിൻ്റെ അർത്ഥം. അല്ലാഹുവേ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ. എങ്ങനെയുള്ള റസൂല? അബ്ദിക നിന്റെ അടിമയാകുന്ന, വനബിയിക പടച്ചവനെ നിന്റെ നബിയാകുന്ന, വറസൂലിക നബിയിൽ ഉമ്മി അല്ലാഹുവേ ഉമ്മിയായ പ്രവാചകർ, നിന്റെ പ്രവാചകർ, ഉമ്മിയായ നിന്റെ റസൂലാകുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഗുണവും രക്ഷയും സമാധാനവും നീ കൊടുക്കണേ അല്ലാ. തീർന്നില്ല. വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. നബി തങ്ങളുടെ കുടുംബത്തിനും അവിടുത്തെ സ്വഹാബാക്കൾക്കും അനുചരന്മാർക്കും നീ ഗുണവും രക്ഷയും സമാധാനവും കൊടുക്കണേ അല്ലാ എന്നാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. ഒന്നുകൂടി കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലാ, എല്ലാവരും ഒന്നിച്ച് ചൊല്ലിക്കേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അബ്ദിക വനബിയിക വറസൂലിക നബിയിൽ ഉമ്മി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം.
ഈ സ്വലാത്ത് മുറുകെ പിടിച്ചോ, ഈ സ്വലാത്ത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോ, ഈ സ്വലാത്ത് എഴുതി വെച്ചോ, ഈ സ്വലാത്ത് മനഃപ്പാഠമാക്കിക്കോ. 80 വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇതൊരു പ്രാവശ്യം പറഞ്ഞാൽ, ആത്മാർത്ഥതയോടുകൂടി പറഞ്ഞാൽ, ഇങ്ങനെയൊക്കെ ഉണ്ടോ ഉസ്താദെ? ഉണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഇത് പ്രാവർത്തികമാക്കുക. ഈ സ്വലാത്ത് മുറുകെ പിടിക്കുക, മറ്റുള്ളവർക്ക് ഈ സ്വലാത്ത് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഈ സ്വലാത്ത് ഒരു 33 പ്രാവശ്യം ചൊല്ലാം. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد عبدك ونبيك
ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധത്തിലുള്ള ഖൈറുകളും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വലാത്ത് ചൊല്ലിയാൽ എന്തെല്ലാം പ്രതിഫലങ്ങളുണ്ടോ ആ മുഴുവൻ പ്രതിഫലങ്ങളും കരസ്ഥമാക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഈ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് റബീഉൽ അവ്വലിന്റെ ഓരോ ദിവസവും വൈകിട്ട് നമ്മൾ അൽഹംദുലില്ലാഹ് എല്ലാവരും കൂടിയിരുന്ന് നമ്മൾ മൗലിദിന്റെ സദസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ പങ്കെടുക്കുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോകൾ എത്തിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മളോട് ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമന്റ്, നമ്മുടെ മൗലിദിന്റെ സദസ്സിലൊക്കെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, രോഗങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറുകളും നൽകട്ടെ, എല്ലാവിധ സലാമത്തും നൽകട്ടെ, എല്ലാവിധ കുരുക്കുകളിൽ നിന്നും അല്ലാഹു തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അള്ളാഹിനോട് നമ്മൾ ദ്വാരക്കുക. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ മാസമാണ്. ഈ പറഞ്ഞ സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമ്മൾ ദ്വാരക്കുക. 1-2 ദിവസം ദ്വാരന്നിട്ട് ഒന്നും ഉത്തരം കിട്ടില്ല എന്ന് പറയണ്ട. 1-2 ദിവസമല്ല, അതിങ്ങനെ നിത്യമായി നമ്മൾ ചെയ്താൽ ഇൻഷാ അല്ലാഹ് എന്നെങ്കിലും നമ്മുടെ ദുആ പടച്ചോൻ സ്വീകരിച്ചാൽ അന്ന് നമ്മൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ദുആ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ഒരു മാസം നമുക്ക് അനുകൂലമാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.